മേടമാസക്കുന്ന നെഞ്ചിനകമേ. ഒരു രഞ്ജിൻ രാജ് എന്ന മ്യൂസിക് ഡയറക്ടർ ആ ഒരു ഐഡിയ സ്റ്റാർസിംഗർ വേദിയിൽ നിൽക്കുന്ന രഞ്ജിൻ രാജിനോട് എന്തായിരിക്കും പറയുന്നത്? കൊള്ളാം പോലെ കൊള്ളാം. എന്താ പറയാ, കൂടുതലും ട്യൂൺ ചെയ്തിട്ട് ലിറിക്സ് ഉണ്ടാക്കില്ല ഞാൻ. സിനിമയുടെ ഒരു ജോണർ അനുസരിച്ചിട്ട് നമ്മൾ സിനിമയുടെ സൗണ്ടിങ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം മ്യൂസിക് ഉണ്ടാക്കുന്നതിനാണ് ഇന്നത്തെ സിനിമയ്ക്ക് ഏറ്റവും ബെസ്റ്റ്. റെഫറൻസുകൾ എടുക്കാറുണ്ടോ? അതായത് ഒരു കൈൻഡ് ഓഫ് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ലാംഗ്വേജിൽ നിന്ന് കോപ്പി അടിക്കാറുണ്ടോ? അയ്യോ, കോമൺ ആയിട്ട് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ഇല്ല, ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. പക്ഷെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഈ കോപ്പി അടിക്കുന്നതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന വേർഡായിട്ടും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നതല്ല. ചില പാട്ടുകളുടെ സൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇൻസ്പയർഡ് ആവാറുണ്ട്. 50% എൻ്റെ പാട്ടുകളും എനിക്ക് തോന്നാറുണ്ട് ഇത് വേറെ വല്ല കമ്പോസേഴ്സ് ചെയ്താണെങ്കിൽ ഈ പാട്ട് സൂപ്പർ ഹിറ്റ് ആയി തോന്നാറുണ്ട്. മാളികപ്പുറം ചെയ്തത് 12-14 ദിവസം കൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ്ലി ചെയ്തത്. ഇത്രയും നിങ്ങൾ കേട്ട ശബ്ദങ്ങളും ശ്ലോകങ്ങളും എവറിഥിങ് എല്ലാ മ്യൂസിക്കും രണ്ടാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയിൽ താഴെ. ഞാൻ എന്നെ എപ്പോഴും നിതിൻ രഞ്ജിത്ത് പണിക്കർ എപ്പോഴും പറയും, അളിയനെ കൂടുതൽ സമയം തന്ന് വിട്ട് കഴിഞ്ഞാൽ അളിയെ നശിപ്പിക്കും എന്ന് പറയും. അരിയ വേനൽ മണലിലൂ നല്ലൊരു മിന്നലോള പോലത്തെ ഒരു പാട്ട്. ടോവി പോലത്തെ ഒരു ആക്ടർ അവിടെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈസിയാണ് ടു ഗെറ്റ് കണക്റ്റഡ് വിത്ത് ദി സോങ്. ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അണ്ടർ റേറ്റഡ് സോങ്സ് എന്ന് പറഞ്ഞ് മാത്രമുള്ള അതിൽ അണ്ടർ റേറ്റഡ് സോങ്സ് എന്റെ പല പാട്ടിലും ഹിറ്റാണ്. 100 നിലാത്തരരീരാ. സിനിമാ ഭ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ രാജാണ്. നമസ്കാരം ചേട്ടാ, വെൽക്കം. താങ്ക് യു. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ഇപ്പൊ സുമതി വളവ് ഏറ്റവും പുതിയൊരു വിശേഷമാണ്. ഇപ്പൊ 2 വീക്സ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഹൗസ്ഫുള്ളായി തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഇതിലേക്ക് എത്തി എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമല്ല. ബിക്കോസ് ഇവരുടെ ഈ ഒരു ടീമിന്റെ ഭാഗമായിട്ട് നേരത്തെ തൊട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഓവറോൾ എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? നല്ല റെസ്പോൺസ്. അതായത് നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ സിനിമ മാളികപ്പുറം ടീമിന്റെ സിനിമ സംവിധായകൻ റൈറ്ററും ഞാനും ആണ് മെയിൻലി. എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ ടീമിൽ മാളികപ്പുറത്തുന്ന സെയിം ടീം എന്ന് പറയുമ്പോൾ ഈ 3 പേര് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ കണക്റ്റഡ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഈ സുമതി ഭയങ്കര പ്രതീക്ഷയോടെയും പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ നമ്മുടേതായ സ്റ്റൈലിൽ അങ്ങോട്ട് ചെയ്ത സിനിമയാണ്. ഡെഫിനറ്റ്ലി കമേഴ്ഷ്യൽ അപ്രോച്ച് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കമേഴ്ഷ്യലി മാസ് ഓഡിയൻസിലേക്ക് എത്തിയാൽ മാത്രമേ സുമതി വളവിനൊരു പ്രസക്തിയുള്ളൂ. അത് അങ്ങനത്തെ ഓഡിയൻ്റെ കൂടി ഇരുന്ന് കാണുമ്പോൾ, ഫാമിലി ഓഡിയൻ്റെ കൂടി ഇരുന്ന് കാണുമ്പോൾ അങ്ങനെ എത്തിയാൽ മാത്രമേ അതിനൊരു ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഇറങ്ങിയപ്പോൾ കുറേ ഡീഗ്രേഡിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക് എഗൻസ്റ്റും എല്ലാത്തിനും എഗൻസ്റ്റ്. വളരെ സംഘടിതമായ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പേടിച്ചു ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് ചിന്തിച്ചു, അതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു പേടി ആദ്യത്തെ ഒരു ഈവനിങ് വരെ ഉണ്ടായി. പക്ഷെ ആ രാത്രി കൊണ്ട് നമ്മുടെ കേരളത്തിലെ ഫാമിലി ഓഡിയൻസ് അത് തകർത്ത് തരിപ്പടമാക്കി എന്നുള്ളതാണ്. അതിലൊന്നൊരു കാര്യമില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആരെയാണോ ആ എല്ലാവരും. ഇന്നലെ പോലും ഞാൻ ടിക്കറ്റ് പോയിക്കാൻ നോക്കി, എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ നോക്കി ടിക്കറ്റ് ഉള്ള ഷോ നോക്കി എടുത്ത് പോയി കണ്ടു. ഞാൻ ഫാമിലി എല്ലാവരും കൂടെ ഇരുന്ന് പോയി കണ്ടു. പോയപ്പോൾ ഞാൻ ആക്ച്വലി പോയത് പല തിയേറ്റേഴ്സിന് മുമ്പ് പല സൗണ്ടിങ് ജഡ്ജ് ചെയ്യാനൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഈ കുട്ടികളും അമ്മമാരും അച്ഛനും ചേച്ചിയും അനിയത്തിയും ചിരിക്കുന്നു. പേടിക്കുമ്പോൾ അവരൊന്ന് പേടിച്ച ശേഷം ഒന്ന് ചിരിക്കുന്നു, ഞെട്ടുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ അതെല്ലാം കേട്ട് എൻജോയ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം, ആ ഒരു സന്തോഷം. ഇപ്പോഴും നമ്മൾ ചെയ്ത വർക്ക് അംഗീകരിക്കപ്പെടുന്നത് ആൾക്കാർ കാണുമ്പോഴാണ്. അല്ലാതെ ഒരു 5-6 പേര് അതിൻ്റെ ടെക്നിക്കാലിറ്റീസിനെ പറ്റി മാത്രം വിളിച്ച് പറയുമ്പോഴല്ല നമ്മൾ ഹാപ്പിയാവും. അത് ഡെഫിനറ്റ്ലി ഹാപ്പിനെസ് കിട്ടും. അതോടൊപ്പം കൂടുതൽ നമ്പേഴ്സ് കാണുമ്പോഴാണല്ലോ നമ്മളിപ്പോഴും ആസ് എ മ്യൂസീഷ്യൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതെ അതെ. ഇപ്പം ഇതിലെ പാട്ടുകൾ റിലീസിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള പാട്ടുകൾ റിലീസായി. അപ്പോൾ നമ്മൾ വിത്ത് വിഷ്വൽ തന്നെ പാട്ട് കണ്ടു. അപ്പം ചില പാട്ടുകളുണ്ടല്ലോ നമ്മൾ കേട്ടായിരിക്കും അത് പിന്നെ അതിലോട്ടാകുന്നത്. ഈ പാട്ട് എനിക്ക് ഫസ്റ്റ് ടൈം കേട്ടപ്പം ഒരു ഓക്കെ സോങ്. തിയേറ്ററിൽ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ചുകൂടെ ഓളം കിട്ടി. പിന്നെ അതൊരു റീലിലൊക്കെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കും, ആ ഒരു റിപ്പീറ്റ് ലിസ്റ്റിലോട്ട് എത്തി. അത് തിയേറ്ററിന് വേണ്ടി സ്പെഷ്യലി അങ്ങനെ കമ്പോസ് ചെയ്തതായിരുന്നു? അങ്ങനെ ഒന്നിനു വേണ്ടി ഞാൻ കമ്പോസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു 30 പടങ്ങൾ മേലെ എൻ്റെ ഇറങ്ങി ആയി. പക്ഷെ ഞാൻ ഇതുവരെ ഒരു സിനിമയും ഇന്നതിന് വേണ്ടി, റീലിന് വേണ്ടി, തിയേറ്ററിന് വേണ്ടി അങ്ങനെയൊന്നുമില്ല. ആ സിനിമയ്ക്ക് ഏറ്റവും ആവശ്യം എന്താണോ അത് ഞാൻ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തൽ മാത്രമാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇത് ഈ പറഞ്ഞില്ലേ ഒരു കമേഴ്ഷ്യലി സെല് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് സുമതി വളവ്. എവ്രിവെയർ, എനി ഓഡിയൻസ്, ഒരു ഏജ് ബാരിയർ ഇല്ലാതെ ആർക്കും പ്രസന്റ് ചെയ്യാവുന്ന ഒരു പടമാണ്. ആ ഒരു കമേഴ്ഷ്യൽ പൊതിഞ്ഞിട്ടാണ്, ചോക്ലേറ്റ് പൊതി അതാണ് അതിൻ്റെ
അപ്പൊ അതുകൊണ്ട് തന്നെ ആ കമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ച് എന്ന് മാത്രമേ സിനിമയിൽ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ള ചില സ്റ്റൈൽസ്, അപ്പൊ അത് ഞാൻ സന്തോഷത്തോടെ ഇറക്കി വിട്ടു. അത് ഡെഫിനറ്റ്ലി ഇന്നല്ലെങ്കിൽ നാളെ കൃത്യമായിട്ട് എത്തുന്ന എനിക്കറിയാം. ഇപ്പൊ ശോകം വേണ്ട എന്ന് പറഞ്ഞ പാട്ട്, ആ പാട്ട് പല പാട്ടുകൾക്കും ഈ പറഞ്ഞ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ടു. സാധാരണ എന്റെ പാട്ടുകൾക്ക് അധികം നെഗറ്റീവ് റിവ്യൂസ് വരാത്തതാണ്. പക്ഷെ സുമതി ഫസ്റ്റ് തൊട്ട് ട്രെൻഡിങ്ങിലും ആണ്. അറ്റ് ദ സെയിം ടൈം മിക്സഡ് റിവ്യൂസ് ഒക്കെ വന്നു തുടങ്ങി ആദ്യത്തെ പാട്ടൊക്കെ ഇറങ്ങിയപ്പോൾ. അപ്പൊ നമ്മളത് മനഃപൂർവ്വം ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അവര്. അപ്പൊ അപ്പോഴാണ് മനസ്സിലാക്കിയത് അത് നോക്കല്ലേ എന്ന് മനസ്സിലായത്. കാരണം റിയൽ ഓഡിയൻസ് അതിന് കിട്ടിയിട്ടുണ്ട്. അതായത് ഫെസ്റ്റിവൽ സോങ്സ് ഒക്കെ നമുക്ക് കണ്ടിട്ട് കാലങ്ങളായി മലയാളത്തില്. അല്ലെങ്കിൽ ആ ഒരു 90s വൈബിളുള്ള തെച്ചിപ്പൂവേ വൈബിളുള്ള ഒരു പാട്ട് വേണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. അതിൽ ഡെഫിനറ്റ്ലി കണ്ടംപററി ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു പരിപാടിയും കൂടെ മിക്സപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ മധുച്ചേട്ടനെ പാടിച്ചതിന് കുറെ പേര് പറഞ്ഞു. അപ്പൊ മധുച്ചേട്ടനെ നമ്മൾ മനഃപൂർവ്വം പാടിച്ചത് തന്നെയാണ്. കാരണം ആ ഒരു വൈബ് കിട്ടണം, ദാസേട്ടൻ വൈബ് കിട്ടണം എന്നുള്ള ആഗ്രഹത്താൽ പാടിച്ചത് തന്നെയാണ്. അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ സിനിമയ്ക്ക് 90s വൈബാണ്. 93-ൽ നടക്കുന്ന കഥയാണ്. മണിച്ചിത്രത്താഴ് ഇറങ്ങിയ വർഷം നടക്കുന്ന സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്വഭാവം, ഒരു ഓർഗാനിക് സ്വഭാവം അതിലുണ്ട് മ്യൂസിക്കിൽ. കൂടുതൽ ഒരു മോഡേൺ സൗണ്ടിങ്ങിന് വേണ്ടി കിടന്ന് കളിക്കാതെ ജെന്യുവൻ ആയിട്ട് ആ സിറ്റുവേഷൻ എന്താണോ വേണ്ടത് അത് കൊടുക്കുക എന്നുള്ള പരീക്ഷണമായിരുന്നു. ഇപ്പൊ ഹൊററും കോമഡിയും കൂടെ ഒരു ബ്ലെൻഡും കൂടെ ആണല്ലോ. അപ്പം അതിലായിട്ട് എന്തെങ്കിലും പരീക്ഷണങ്ങളൊന്നും ട്രൈ ചെയ്തില്ല? അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ ഈ കോമഡിയിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത് ഭയങ്കര വലിയൊരു ഹൊറർ സീക്വൻസ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഒരു ജമ്പ് ഫീൽ ചെയ്യാതെ നമ്മളെ ആൾക്കാരിലേക്കും കൂടെ ആ ഒരു ജോണർ ഷിഫ്റ്റിലേക്ക് ആൾക്കാർ പോലും അറിയാതെ അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റണം ഓഡിയൻസിന്. അപ്പോൾ ആ ഒരു കാര്യം സ്കോറിൽ ഭയങ്കരമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വർക്കൗട്ടായെന്ന് എനിക്ക് തോന്നുന്നു. അധികം ജമ്പ് ഫീൽ ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഒരു എനിക്ക് തോന്നുന്നു പരക്കെ നല്ല അഭിപ്രായം കിട്ടിയ ഒരു പടവും കൂടെയാണ് സുമതി വളവ്. അപ്പോൾ ആ ഒരു ജമ്പ് ആൾക്കാർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ നല്ലത് പറയില്ലായിരുന്നു. കാരണം ഏറ്റവും വലിയ നെഗറ്റീവ് അതായി മാറാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇത്രയും ജോണർ ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് ഫാമിലി ഡ്രാമയാവുന്നു, പെട്ടെന്നൊരു ഇമോഷണൽ ഡ്രാമയാവുന്നു, റൊമാൻറ്റിക് ആവുന്നു, ഫിയർ ഉണ്ടാക്കുന്നു, തമാശയിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ഒരു ഡിസൈനാണ് ഈ സിനിമ. അപ്പോൾ അതിൻ്റെ ആ താളം ഡിസൈൻ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 1-2 മാസത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്നു, സ്കോറിന് വേണ്ടി മാത്രം. ഓക്കെ. ഇപ്പം ഇതിൻ്റെ സിനിമയുടെ ഡീഗ്രേഡിങ്ങിനെ പറ്റി പറഞ്ഞല്ലോ. ഞാൻ ഇന്നലെ ആക്ച്വലി അഭിലാഷ് ചേട്ടനായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങളിങ്ങനെ സംസാരിച്ച കാര്യമാണ്, സിനിമ വന്നു കഴിയുമ്പോൾ അഭിലാഷ് പിള്ള എന്നുള്ളൊരു ആ ഒരു പേര്, ആ ഒരു ബ്രാൻഡ് വെച്ച് മാത്രം പലരും ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. എനിക്കും കിട്ടി കുറച്ച്. നിങ്ങൾ തമ്മിലുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദമുണ്ടല്ലോ. അഭിലാഷ് ചേട്ടൻ ഇൻഡസ്ട്രിയിൽ വരുന്ന ആ ഒരു ടൈം തൊട്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ ഈ അഭിലാഷ് പിള്ള എന്ന വ്യക്തിക്കെതിരെ വരുന്ന ഈ ഒരു ഡീഗ്രേഡിനെ പറ്റി ആസ് എ ഫ്രണ്ട്, പിന്നെ ആസ് എ കോ വർക്കർ എന്തായിരിക്കും പറയാനുള്ളത്? അവന് ഇവിടെ പറയേണ്ട കാര്യമില്ല, അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവനുള്ളത് ഞാൻ കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. അഭിലാഷ് ചേട്ടൻ കാരണം രഞ്ജൻ ചേട്ടനും കിട്ടിയ ചില അവന്റെ ഡീഗ്രേഡിങ്ങിന്റെ കാര്യം എനിക്ക് തോന്നുന്നു. അവന്റെ ചില ഈ പറഞ്ഞ പോലെ എനിക്ക് അവനോടുള്ള മതിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ വന്നത് ഒരു പത്തനംതിട്ട എന്ന സ്ഥലത്തുനിന്ന്, അവിടുത്തെ ഒരു ഗ്രാമത്തുനിന്ന്, ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഒരു ജോലി ഉപേക്ഷിച്ച് ഇവിടെ കൊച്ചിയിൽ വന്ന്, ഞാൻ കാണുമ്പോൾ തന്നെ എന്നോട് പറയും ഒരു എത്രയോ സിനിമകളുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ആവേശം, പാഷനേറ്റ് ആണ് ഭയങ്കരമായിട്ട് സിനിമയിൽ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സിനിമയിലൊക്കെ എത്തിപ്പെടാതെ പോവാൻ സാധ്യതയുള്ളൊരു പോക്കും കൂടെയായിരുന്നു അഭിലാഷിൻ്റെ. അപ്പോൾ അഭിലാഷ് ആദ്യമൊക്കെ എന്നോട് ഞാൻ ആദ്യമായിട്ട് അവൻ്റെ കൂടെ കൊടുക്കുന്നത് എൻ്റെ ജോസഫ് കഴിഞ്ഞിട്ടാണ് അഭിലാഷിനെ ഞാൻ പരിചയപ്പെടുന്നത്. എൻ്റെ ആദ്യ സിനിമ, എൻ്റെ 1-2-3 പടങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് അഭിലാഷിനെ പരിചയപ്പെടുന്നത്. ജോസഫിൻ്റെ വിജയാഘോഷത്തിനൊക്കെ അഭിലാഷ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അഭിലാഷ് ചിന്തിച്ചിട്ടുണ്ട്, ഇവനൊക്കെ എന്തൊരു ഭാഗ്യമാണ് ആദ്യ സിനിമയിൽ ഇത്ര ഹിറ്റുകൾ കിട്ടിയെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെന്ന് നമ്മളിപ്പോൾ പറയാറുണ്ട്. അപ്പോൾ അഭിലാഷ് ഈ പറഞ്ഞ എപ്പോൾ വേണമെങ്കിലും തകർന്ന് വീഴാവുന്ന ഒരു ജേണിന്ന് അവൻ ഭയങ്കരമായിട്ട് ഉയർന്നു പൊങ്ങിയത് ചെറിയ ചെറിയ കാര്യമൊന്നുമല്ല. സിനിമയിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന എത്ര ലക്ഷം ജനങ്ങളുണ്ട്. അപ്പോൾ അവർക്കുള്ള വലിയൊരു, അവർക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു പേഴ്സണാലിറ്റിയും കൂടിയാണ്. കാരണം അവൻ്റെ ഒരു ഓട്ടം ഭയങ്കര സ്പീഡാണ്. അവൻ എത്തിപ്പെടുന്നത് വലിയ പ്രൊഡ്യൂസറിനും ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ആൾക്കാർ ഇപ്പോൾ ഈ പറഞ്ഞ മിക്സഡ് റിവ്യൂസോ നെഗറ്റീവ് റിവ്യൂസോ വന്നാൽ പോലും അതോടൊപ്പം തന്നെ ഈക്വലി അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടായി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റി ഒരു മനുഷ്യനെ കൊണ്ട്? അപ്പോൾ അവൻ്റെ അധ്വാനമാണ് അതിൻ്റെ കാരണം. അപ്പോൾ അത് ഞാൻ എന്നും റെസ്പെക്ട് ചെയ്യും. ഞാൻ അഭിലാഷനൊന്നുമല്ല, അങ്ങനെ ഒരുപാട് അധ്വാനിക്കുന്ന ആൾക്കാരെല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യാറുണ്ട്. ഞാനും അങ്ങനെ ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം ഞാൻ വന്നതും പാലക്കാടുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന്, മേലാർക്കോട് എന്നുള്ള ഗ്രാമത്തിൽ നിന്നാണ്. ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടും ഇല്ല, എവിടെ എത്തുന്നു ഒരു പിടുത്തമില്ലാതെ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനെ അടുത്ത മാസത്തെ വാടക കൊടുക്കുന്നത് മാത്രം ചിന്തിച്ചു വന്ന മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈസിലി ഐ ക്യാൻ കണക്ട് അഭിലാഷ് ഈസിലി. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്.
യെസ്. ഇപ്പം ഐഡിയ സ്റ്റാർ സിംഗർ വേദിയിൽ നിന്ന് ഇപ്പം ഒരുപാട് വിജയ ചിത്രങ്ങളുടെ ഭാഗമായ ഒരു മ്യൂസിക് ഡയറക്ടർ ഇത്രയും വർഷത്തെ ഒരു ജേർണി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു യങ്ങർ സെൽഫിനോട് എന്തായിരിക്കും ഒരു രഞ്ജിൻ രാജ് എന്ന മ്യൂസിക് ഡയറക്ടർ ആ ഒരു ഐഡിയ സ്റ്റാർ സിംഗർ വേദിയിൽ നിൽക്കുന്ന രഞ്ജിൻ രാജിനോട് എന്തായിരിക്കും പറയുന്നത്? കൊള്ളാം പോലെ കൊള്ളാം, എന്താ പറയാ, കഷ്ടപ്പെട്ട എന്തായാലും റിസൾട്ട് ഉണ്ടാവും. കഷ്ടപ്പെട്ട റിസൾട്ട് എന്തായാലും ഉണ്ടാവും. അന്ന് ആഗ്രഹിച്ചതാണ് സിനിമ ചെയ്യണമെന്നും മ്യൂസിക് ഡയറക്ടർ ആവണമെന്നും ഒക്കെ. നമ്മളന്ന് ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്ന ശരത് സാറൊക്കെ ആയിരുന്നു. ശരത് സാറിനൊക്കെ പോലെ നല്ല മെലഡികൾ ചെയ്യണം എന്നൊക്കെ അന്നേ ആഗ്രഹിച്ചിട്ടുണ്ട്. അന്ന് വരുന്ന ഗസ്റ്റുകൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഞാൻ ഫോളോ ചെയ്യും, അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ മ്യൂസിക്കൽ ജേണിയും. അപ്പോൾ നമ്മുടെ കൂടെ അന്ന് ഒരുപാട് പാട്ടുകാരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെല്ലാവരും ഈ പറഞ്ഞ ഓരോരോ ആഗ്രഹങ്ങളുടെ പുറത്തായിരുന്നു. പക്ഷെ ഞാനപ്പോൾ ആഗ്രഹിച്ചു ഇത്രയും പേര് മ്യൂസിക് ഡയറക്ടർ ആവാൻ കൊതിക്കുന്നുണ്ട്. അതിൽ കുറേ പേര് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ആവണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ നമ്മളൊക്കെ ഇങ്ങനെ ആവാനായിരിക്കും എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ എങ്ങനെയോ എത്തുന്നറിയാം. ആ എങ്ങനെയോ എന്നുള്ളതിന് ഉത്തരവില്ല. അത് അറിയാതെ സംഭവിക്കുന്ന നമ്മുടെ എല്ലാം കൂടെ കലർന്ന ഒരു ജേണി. നമ്മൾ ഈ പറഞ്ഞ എഫേർട്ട് ഇട്ടതിനകത്ത് ഡെഫിനറ്റ്ലി തിരിച്ച് റിസൾട്ട് ഉണ്ടാവും. അന്ന് സ്റ്റാർ സിംഗറിൽ ഉണ്ടായിരുന്നവരായിട്ടൊക്കെ ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? എല്ലാവരായിട്ടും ഇല്ല, പല ആൾക്കാരായിട്ടും. സ്റ്റാർ സിംഗർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായി. ഇപ്പോൾ സൗത്ത് ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മ്യൂസീഷ്യനാണ് ഹിഷാം. അപ്പോൾ അവനൊക്കെ ആയിട്ട് എന്നും കണക്റ്റഡ് ആണ്. ഡെഫിനറ്റ്ലി നമ്മൾ സിനിമ നമ്മൾ ചെയ്യുന്നതും കൂടെ കൊണ്ട്. അതല്ലാതെ പല ആൾക്കാരായിട്ടും ഒരു പണ്ടത്തെ ഒരു കണക്ഷൻ വെക്കാൻ പറ്റാറില്ല. പലരും വിളിക്കാറുണ്ട്, പക്ഷെ നോട്ട് എവ്രി വൺ. അതിൽ ആ മ്യൂസിക് അവർ ആഗ്രഹിച്ച രീതിയിൽ മ്യൂസിക്കിലേക്ക് എത്താൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, ഉണ്ടാവും. അവരുടെ എന്തെങ്കിലും അവരുടെ കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അതൊക്കെ ശ്രമിച്ചിട്ട്? അല്ല, ഞാൻ നമ്മുടെ കൂടെ പാടിക്കൊണ്ടിരുന്ന ആൾക്കാരിൽ ആരെ നമുക്ക് പിക്ക് ചെയ്യാം, നമുക്കൊരു മെയിൻ ഒരു സോങ് കൊടുക്കാം എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു ഈ സിനിമകൾ സ്പീഡിലാണ് പല കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. അപ്പം നമുക്കിങ്ങനെ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ എല്ലാവരും മിന്നി മറിഞ്ഞ് പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമ്മളായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് പെട്ടെന്ന് പരിഗണിക്കാനോ ചിന്തിക്കാനോ തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം, നമ്മൾ ഒരുപാട് നമ്പർ ഓഫ് കുറേ പാട്ടുകളൊക്കെ നമ്മൾ അറ്റ് എ ടൈമൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിലും കൺസിഡർ ചെയ്യാറുണ്ട്. ഞാൻ സ്റ്റാർ സിംഗറിന്ന് മാത്രമല്ല, ഞാൻ വന്ന വേദിയിൽ നിന്ന് ഉള്ള ആൾക്കാരെ നിന്ന് മാത്രമല്ല, പല പുതിയ ആൾക്കാർക്കും നമ്മൾ ട്രൈ. ഇപ്പോൾ ഈവൻ സുമതി വളവിൽ പോലും നമ്മൾ മുരളിച്ചേട്ടനെ നമ്മുടെ പ്രൊഡ്യൂസർ മുരളിച്ചേട്ടൻ ഒരു കാർപ്പൻ്ററാണ് അദ്ദേഹം. ചേർത്തലയിലുള്ള ഒരു രമേശ് എന്ന് പറഞ്ഞ ചേട്ടൻ. ആ ചേട്ടന് നമ്മളൊരു ആ ചേട്ടൻ്റെ ശബ്ദം വെച്ചുകൊണ്ടാണ് സുമതി വളവ് അവസാനിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പാടിപ്പിക്കാൻ പറ്റി. പിന്നെ അതേപോലെ രത്ൻ മാഷ് എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഗോപൻ മാഷ്, പുള്ളി വെള്ളം എന്ന് പറഞ്ഞ സിനിമയിൽ മുരളിച്ചേട്ടൻ്റെ സിനിമയിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അനിയനെ കൊണ്ട് നമുക്കൊരു പാട്ട് പാടിപ്പിക്കാം. അപ്പോൾ ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടിയത് ഈ ചേട്ടൻ പാടിയത്, രത്നം മാഷ് പാടിയത് നമ്മുടെ പടത്തിനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പോൾ അതേപോലെ സ്റ്റാർ സിംഗർ വേദിയിൽ ഞാൻ ഗസ്റ്റായിട്ട് പോയ സമയത്ത് അവിടെ കണ്ട ഋത്തിക എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടിയുടെ ലൈഫ് ജേണിയും കാര്യങ്ങളും കേട്ടപ്പോൾ ഞാൻ എൻ്റെ അടുത്ത സിനിമയിൽ പാടുന്നു പറഞ്ഞു. ബോംബെ പോസിറ്റീവ് എന്ന് പറഞ്ഞ സിനിമയിൽ വിജയ് യേശുദാസിൻ്റെ കൂടെ ഒരു ഡ്യൂറ്റ് പാടിപ്പിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. വേദപരി മാളിയപ്പുറത്തിലെ ഹരിവരാസനം പാടിയത്, ദാസേട്ടൻ്റെ ശബ്ദത്തിൽ മാത്രം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഹരിവരാസനം പാടിയത് പ്രകാശൻ പുത്തൂർ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഗാനമേള വേദികളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ നമ്മൾ ഓഡീഷനിൽ കൂടെയാണ് ആ ചേട്ടനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പുതിയ സിനിമയിൽ പാടാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കൊണ്ട് പാടിപ്പിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് എൻ്റെ മാത്രം തീരുമാനമല്ല, എൻ്റെ കൂടെ ഒരു ടീം നിന്നുകൊണ്ടും ആ സിനിമ ടീം നിന്നുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പ്രൊഡ്യൂസറും ഡയറക്ടറും എവറി വൺ. ഓക്കെ. ഇപ്പോൾ ഈ സിംഗേഴ്സിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ലിറിസിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ രഞ്ജിൻ ചേട്ടൻ്റെ കുറേ പാട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ VK ഹരിനാരായണൻ വലിയൊരു പാർട്ടാണ്. അതെ, തീർച്ചയായിട്ടും. അത് നിങ്ങളൊരു ടീമപ്പായിട്ട് പോകുന്നതാണോ അതോ ആക്സിഡൻ്റലി ഒരുമിച്ചായി? അല്ല, ഫസ്റ്റ് മൂവി ജോസഫ് ആയതുകൊണ്ട് ഇപ്പോൾ ജോസഫിലെ മിക്ക പാട്ടുകളും ഇപ്പോൾ പൂമുത്തോളെ അജീഷ് ദാസനാണ് എഴുതിയത്. ബാക്കി കരുതിയിലെ കണ്ണുള്ള പെണ്ണ്, കണ്ണെത്താ ദൂരം നീ മായുന്നു, അല്ലെങ്കിൽ ഉയരുന്നാഥനെ. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ നമ്മുടെ എൻ്റെ ലൈഫിൽ ഒരുപാട് എൻ്റെ ലൈഫ് തന്നെയാണ് ഈ പറഞ്ഞ പാട്ടുകളെല്ലാം, ജോസഫിലെ 5 പാട്ടുകളും. അപ്പോൾ അതിൽ ഈ അങ്ങനെ ഒരു തുടക്കം കുറിച്ചത് കൊണ്ട് ഡെഫിനറ്റ്ലി ഓട്ടോമാറ്റിക്കലി ഒരു ടീം നമ്മൾ അടുത്ത സിനിമ വരുമ്പോഴും അറിയാതെ വിളിച്ചു പോകുമല്ലോ. അല്ലെങ്കിൽ ഒന്ന് കിട്ടിയാൽ കൊള്ളാം, ഹരിയേട്ടനെ കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിച്ചു പോകുമല്ലോ. വിളിച്ചു പോകുന്നതിനേക്കാളും ഇവർ ആഗ്രഹിച്ചു പോകും. അപ്പോൾ അങ്ങനെ അടുത്ത സിനിമ വന്നപ്പോഴും ഹരിയേട്ടനെ വിളിച്ചു. അപ്പോഴും ഹിറ്റ് ഉണ്ടാവുന്നു, എന്നോമൽ നിധിയല്ലേ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കാതോർത്ത് കാതോർത്ത് ഞാൻ ഇരിക്കുന്നു പറഞ്ഞപ്പോൾ അങ്ങനെ ലോഡ് ഓഫ് മാളിയപ്പുറത്ത് നങ്ങേലി പൂവേ ഉണ്ടാവുന്നു.
അപ്പോൾ കുറേ നല്ല സോങ്സ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഹരിയേട്ടനായിട്ട്. അപ്പോൾ ഹരിയേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ നമുക്ക് അധികം ഒന്നും പറഞ്ഞു കൊടുക്കാതെ ട്യൂണ് കേൾക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ളൊരു സൗണ്ടിങ് തരാൻ അദ്ദേഹത്തിന് പറ്റാറുണ്ട്, ഹരിയേട്ടന് പറ്റാറുണ്ട്. അതാണ് ആ കോമ്പിനേഷൻ്റെ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഷോണമുകിലെ പേസും മഴയുടെ മലയാളം, അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല സോങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഈ കമ്പോസ് ചെയ്യുമ്പം ആദ്യം മ്യൂസിക് ക്രിയേറ്റ് ചെയ്തിട്ട് ലിറിക്സ് ഉണ്ടാക്കാണോ, അത് ലിറിക്സ് ഓൾറെഡി ചെയ്തിട്ട് അതിനനുസരിച്ച് മ്യൂസിക് ഉണ്ടാക്കാണോ? രണ്ടും ചെയ്തിട്ടുണ്ട്. കൂടുതലും ട്യൂൺ ചെയ്തിട്ട് ലിറിക്സ് ഉണ്ടാക്കില്ല ഞാൻ. സിനിമയുടെ ഒരു ജോണർ അനുസരിച്ചിട്ട് നമ്മൾ സിനിമയുടെ സൗണ്ടിങ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം മ്യൂസിക് ഉണ്ടാക്കുന്നതിനാണ് ഇന്നത്തെ സിനിമയ്ക്ക് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ പണ്ടത്തെ സിനിമ പോലെ കഥയൊക്കെ തിരക്കഥാകൃത്ത് കൂടെ ഇരുന്ന് ലിറിസിസ്റ്റ് കേട്ട് ആ കഥയ്ക്ക് അനുസൃതമായിട്ടുള്ള വരികൾ എഴുതി അതിനനുസരിച്ച് ട്യൂൺ ഉണ്ടാക്കുന്ന കൺസെപ്റ്റിലേക്ക് പോകണം. ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളത് ഏത് പ്രോസസ് ആയിരിക്കും? രണ്ടും ടൈം കൺസ്യൂമിങ് തന്നെയാണ്. പക്ഷെ ഇതിപ്പോൾ നേരെ ഉൾട്ടയായിന്ന് മാത്രം. നമ്മൾ പണ്ട് നാടകങ്ങളിൽ നിന്ന് തുടങ്ങി നമ്മുടെ പഴയകാല സിനിമകളിൽ നിന്ന് വന്ന് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നേരെ ഉൾട്ടയായിട്ട് മാറിയെന്ന് മാത്രം. പണ്ട് പക്ഷെ അത്രമാത്രം തിരക്കഥാപരമായിട്ട് ഗാനരചയിതാക്കൾ ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് സിനിമയുടെ കഥയായിട്ട് അത്രയും കണക്റ്റഡ് ആയിരിക്കും വരികൾ. ആർക്കെങ്കിലും ഇന്നത്തെ എനിക്ക് തോന്നുന്നില്ല, വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാരായിരിക്കും വരികൾ കേട്ട് സിനിമ മനസ്സിലാക്കുന്ന ആൾക്കാർ. നിങ്ങൾ അല്ല, പണ്ട് ഉണ്ട്. പക്ഷെ വരികൾ പണ്ടത്തെ ഈ നാടകത്തിന്റെ കൺസെപ്റ്റിലാണ് പണ്ട് പോയിക്കൊണ്ടിരുന്നത്. സിനിമ അത് കേട്ടാ അറിയാം ഈ സിനിമയ്ക്ക് എന്തിനാ വരികൾ വന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എസ്തറ്റിക്കലി എങ്ങനെ പ്രസന്റബിൾ ആവുന്ന വാക്കുകൾ വെച്ചുകൊണ്ട് പാട്ടുകൾ ഉണ്ടാക്കാൻ തന്നെയാണ് 90% ചിന്തിക്കുന്നത്. ഉറപ്പാണ്. ഡെഫിനറ്റ്ലി സിനിമയുടെ കഥാപരമായിട്ട് ട്രാവൽ ചെയ്യുമായിരിക്കാം. പക്ഷെ പണ്ടത്തെ ആ ട്രാവൽ വേറെ ലീഗാണ്. അത് എനിക്ക് തോന്നുന്നു തിരക്കഥാകൃത്തോളം അത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ടാവും ഗാനരചയിതാക്കൾ. അല്ലെങ്കിൽ അത്രയും അവർ ചെറിയ സമയം കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ അതുകൊണ്ട് ഇപ്പോഴത്തെ മ്യൂസിക്കിന് ഡെഫിനറ്റ്ലി ഏറ്റവും ബെറ്റർ മ്യൂസിക് ഉണ്ടാക്കിയിട്ട് രചന ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഈ മ്യൂസിക് കമ്പോസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഇടയ്ക്ക് സുഷിൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, പ്രൊഡ്യൂസറിനോട് ഡേറ്റ് അനൗൺസ് ചെയ്യാൻ പറയും. അപ്പോൾ ആ ഒരു പ്രഷറിന് അതെനിക്കും ഇഷ്ടമാണ്. ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മാളികപ്പുറം ചെയ്തത് 12-14 ദിവസം കൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ്ലി ചെയ്തത്. ഇത്രയും നിങ്ങൾ കേട്ട ശബ്ദങ്ങളും ശ്ലോകങ്ങളും എവറിഥിങ് എല്ലാ മ്യൂസിക്കും രണ്ടാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയിൽ താഴെ. അതാണ് മാളികപ്പുറത്തിന്റെ സ്പീഡ്. അത് ഡേറ്റ് അനൗൺസ് ചെയ്തത് കൊണ്ടാണ്. ആൻഡ്രു ചേട്ടൻ 30 എന്നുള്ളത് 25 ആക്കിയിട്ടാണ് പറയുന്നത് ആദ്യം. അപ്പോൾ ആ സ്പീഡിലാണ് അത് ഗംഭീരമാക്കിയത്. ഇപ്പോഴും ഡേറ്റ് എനിക്ക് ഇപ്പൊ സെപ്റ്റംബർ 11 ഇപ്പൊ നെക്സ്റ്റ് സെപ്റ്റംബർ 11 എന്റെ തെലുങ്ക് മൂവി റിലീസാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഞാൻ RR തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇന്നലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാനൊരു ഇങ്ങനെ ഓളത്തിൽ പോവായിരുന്നു. പക്ഷെ അവരിന്ന് പറഞ്ഞു കുഴപ്പമില്ല സർ, ജസ്റ്റ് റിലാക്സ്, സമയമുണ്ട്, നമുക്ക് വി കാൺ റിലീസ് ഇറ്റ് ഓൺ സെപ്റ്റംബർ 11, യു ക്യാൻ ടേക്ക് ടൈം ആൻഡ് ഡു യുവർ ബെസ്റ്റ്. അത് പറഞ്ഞ ടെൻഷനായി. ഓ സമയം വീണ്ടും 11 എന്ന് പറയുമ്പോൾ നമ്മളൊരു പോക്ക് അങ്ങോട്ട് പോകും. അപ്പൊ അതിൽ കിട്ടുന്ന ഒരു മാജിക് ഉണ്ട്. അതായത് ഫസ്റ്റ് തോട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് എക്സാക്ട്ലി അപ്പോഴായിരിക്കും കാണാൻ പറ്റുന്നത്. എന്നെ എപ്പോഴും നിതിൻ രഞ്ജിത്ത് പണിക്കർ എപ്പോഴും പറയും, അളിയനെ കൂടുതൽ സമയം തന്ന് വിട്ട് കഴിഞ്ഞാൽ അളിയൻ നശിപ്പിക്കും എന്ന് പറയും. അളിയൻ സ്പീഡിൽ ചെയ്യുന്നതാണ്, അളിയനെ RRR ഒക്കെ ഉണ്ടാക്കാൻ പറ്റും സ്പീഡിൽ ചെയ്താലെന്ന് പറയും. ഞാൻ ഞാൻ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കും ആ ഒരു കമന്റ്. കാരണം സ്പീഡിൽ ചെയ്യുമ്പോൾ ഒരു സംഭവം വരാറുണ്ട് കേട്ടോ. എനിക്കെന്നല്ല, എനിക്കൊന്ന് സുഷിൻ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. അവനും അത് വരുന്നുണ്ട്. ഡേറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മളൊരു റെസ്ട്രിക്റ്റഡ് ആവും കുറച്ച് സ്പീഡിന്റെ കാര്യത്തിൽ. സ്പീഡ് ആയേ പറ്റൂ. അപ്പൊ അത് നല്ലതിനാ. അതൊക്കെ ഉണ്ട്. ബാത്റൂമിൽ നിന്നും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കലുണ്ട്. റെഫറൻസുകൾ എടുക്കാറുണ്ടോ? അതായത് ഒരു കൈൻഡ് ഓഫ് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ലാംഗ്വേജിൽ കോപ്പി അടിക്കാറുണ്ടോ? അയ്യോ, കോമൺ ആയിട്ട് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ഇല്ല, ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. പക്ഷെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഈ കോപ്പി അടിക്കുന്നതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന വേർഡായിട്ടും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നതല്ല. ചില പാട്ടുകളുടെ സൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇൻസ്പയർഡ് ആവാറുണ്ട്. ചില റൂട്ടുകൾ ഇൻസ്പയർഡ് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇൻസ്പയർഡ് ആയിട്ടൊന്നല്ലാതെ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നേവരെ എക്സാക്ട് കോപ്പി ആയിട്ട് ഒരു പീസ് പോലും ഞാൻ ചെയ്തിട്ടില്ല. 100%. അത് സ്കോറിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ അഭിമാനത്തോടെ പറയും. ഈ സ്വന്തം വർക്ക് തന്നെ ഏതെങ്കിലും തിയേറ്ററിൽ കണ്ടിട്ട് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ അവിടെ ഇങ്ങനെ ഒരു പരീക്ഷണം കൂടെ നടത്തായിരുന്നു? അതൊക്കെ ഉറപ്പായിട്ടും. അതിപ്പോ സുമതി കാണുമ്പോഴും നമ്മള് ഞാൻ പറയും, ഇവിടെ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ഒന്നും കൂടെ ഒന്ന് പണിയെടുക്കായിരുന്നു. തൃപ്തിയാവില്ല. അല്ലെങ്കിലും ഒരു സിനിമയിലും അതിന്റെ എറേഴ്സ് ആണ് എന്റെ കാതിൽ ആദ്യം കിട്ടുക.
അത് നമുക്ക് ചെയ്ത് ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഞാൻ സുമതി കണ്ടിട്ട് ഏതൊരു സ്ഥലത്തെ പീസ് ഇന്നലെ എന്റെ ബാൽക്കണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയും എന്തിനാണ് ഞാൻ ഇത് കമ്പോസ് ചെയ്യുന്നത്, റിലീസായി പടം ഹിറ്റ് അടിച്ചു പോകുന്നു, പക്ഷെ ഞാനൊരു സ്ഥലം ഇങ്ങനെ ചിന്തിക്കാമായിരുന്നല്ലോ ഇവിടെ എന്നുകൊണ്ട് ഞാൻ കമ്പോസ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 5-10 മിനിറ്റ് കളഞ്ഞു. എന്നിട്ടാണ് ഞാൻ എന്തിനാ 10 മിനിറ്റ് വേസ്റ്റ് ചെയ്ത് ആലോചിച്ച് ഞാൻ ഇറങ്ങിപ്പോയ സംഭവമല്ലേ. ഓൾറെഡി ചെയ്ത് ഫിനിഷ് ചെയ്തോ? അല്ല, ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ പറയാണ്. അപ്പൊ അങ്ങനെ ഒരു തോട്ട് എപ്പോഴും നമുക്ക് ഉണ്ടാവും. അതായത് ഇറങ്ങിപ്പോയാലും ഈ സ്ഥലം ഇങ്ങനെയും കൂടെ ചിന്തിക്കാമായിരുന്നില്ലേ, എന്തുകൊണ്ട് ഞാൻ ചിന്തിച്ചില്ല എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ചിന്തകളാണ് കൂടുതൽ. ഈ രഞ്ജൻ രാജന്റെ കമ്പോസർ തന്നെ കമ്പോസ് ചെയ്ത പാട്ടുകൾ വീണ്ടും വീണ്ടും കേൾക്കാറുണ്ടോ? അതുണ്ട്, അത് കേൾക്കാറുണ്ട്. അത് കമ്പയർ ചെയ്യാനും സൗണ്ട് വൈസ് കമ്പയർ ചെയ്യാനും, അല്ലെങ്കിൽ പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഓഡിയോ പ്ലാറ്റ്ഫോംസിൽ മറ്റ് പാട്ടുകളായിട്ട് കമ്പയറബിൾ ആവുന്നുണ്ടോ സൗണ്ട് വൈസ്, മാസ്റ്റർ ലെവൽ വൈസ്, അങ്ങനെയൊക്കെ ചിന്തിക്കാനൊക്കെ ആയിട്ടും നമ്മളെ തന്നെ ഒന്നും കൂടെ സെൽഫ് അനലൈസ് ചെയ്യാനും ഒന്ന് റീവിസിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കേൾക്കാറുണ്ട്. പഴയ പാട്ടില്, അതായത് ഞാൻ 2020-ലോ 2019-ലോ 2018-ലോ ചെയ്ത പാട്ടും ഇപ്പോഴത്തെ പാട്ടും എങ്ങോട്ടാ പോകുന്നത്, താഴോട്ടാണോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മേലിലേക്കാണോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ചിന്തകൾ കൂട്ടിയിട്ടുണ്ടോ, അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കൺഫേം ചെയ്യാനായിട്ടുള്ളൊരു കേൾവിയാണ് അതെല്ലാം. ചില സിനിമകൾ ഏതോ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടായിരുന്നു, ചില സിനിമകൾ പ്രതീക്ഷിച്ച ഒരു വിജയം കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ അതിലെ പാട്ടുകൾ എപ്പോഴും നല്ലതായിരിക്കും. അതിപ്പം എല്ലാവരുടെയും കാര്യത്തിൽ ജനറലൈസ് ചെയ്ത് പറയാണ്, പാട്ടുകൾ വളരെ ഭംഗിയുള്ള പാട്ടുകളും സ്കോറുകളും ആയിരിക്കും. സിനിമ കൊമേഴ്ഷ്യൽ ഒരു വിജയം ഉണ്ടായി കാണില്ല. അപ്പൊ അങ്ങനെ രഞ്ജന്റെ അങ്ങനെ നോക്കുന്ന സിനിമകളിൽ ഏതെങ്കിലും പാട്ടുകളുണ്ടോ അങ്ങനെ അണ്ടർ റേറ്റഡ് ആണ്, ഇത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തേണ്ടതായിരുന്നു എന്ന് തോന്നി? എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അല്ല, എനിക്ക് ഭയങ്കര അതൊന്നുണ്ട്, 2 പാട്ടുകളുണ്ട്. ഒന്നത്, പിന്നൊന്ന് അൽമല്ലുലെ മേടമാസം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അത് എനിക്ക് ഫേവറേറ്റ് ആണ്. ഇതുപോലെ എനിക്ക് ഞാൻ 50% എൻ്റെ പാട്ടുകളും എനിക്ക് തോന്നാറുണ്ട് ഇത് വേറെ വല്ല കമ്പോസേഴ്സ് ചെയ്താണെങ്കിൽ ഈ പാട്ട് സൂപ്പർ ഹിറ്റ് ആയി തോന്നാറുണ്ട്. എന്തുകൊണ്ടോ ഏതോ രീതിയിൽ ഒരു തഴയപ്പെടാറുണ്ട് എനിക്ക് തോന്നാറുണ്ട്, വളരെ വിഷമത്തോടെ തോന്നാറുണ്ട്. മേടമാസം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും ആ പാട്ടിലെ ഉള്ളിൽ ഡെഫിനറ്റ്ലി ഒരു ആത്മാവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് വേണ്ട രീതിയിൽ എത്തിപ്പെട്ടെന്ന് എനിക്ക് തോന്നാറില്ല. ഇതെല്ലാം കുറേ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഒട്ടും ആ സമയത്ത്, അല്ലെങ്കിൽ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് സായാഹ്ന തീരങ്ങളിൽ എന്ന് പറഞ്ഞ പാട്ട്, ഒറ്റയ്ക്ക് പോയി പൂക്കാലം, അല്ലെങ്കിൽ കാതോർത്ത് ഞാനിരിക്കൊക്കെ പാടത്തിന് വിഷ്വൽ പോലും ഇല്ല, ആ പാട്ടിന് വിഷ്വൽ പോലും ഇല്ല. എന്നിട്ടും ആ പാട്ട് ഞാൻ ഇന്നലെ പോലും റേഡിയോയിൽ കേട്ടു. അപ്പോൾ അങ്ങനെ അപ്പോൾ എത്രമാത്രം അതിനൊരു എഫേർട്ട് ഉണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ നല്ലൊരു മിന്നലോള പോലത്തെ ഒരു പാട്ട്, ടോവി പോലത്തെ ഒരു ആക്ടർ അവിടെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈസിയാണ് ടു ഗെറ്റ് കണക്റ്റഡ് വിത്ത് ദി സോങ്. അതായത് സാധാരണക്കാർക്ക് പെട്ടെന്ന് കണക്ട് ആവും. ടൊവിനോ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് അവിടെ ഫ്രണ്ടിലുണ്ട്. പക്ഷെ നമുക്ക് ചില സമയങ്ങളിൽ ആർട്ടിസ്റ്റ് പോലും പ്രോപ്പർലി ഇല്ലാതെ നമ്മുടെ പാട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പാട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത എത്രമാത്രം ജെന്യുവൻ ആണ് എന്ന അതിൻ്റെ ഒരു റിസൾട്ട് മാത്രമാണ് അത്. ശരിക്കും ഇപ്പൊ പേസും മഴയെ എന്ന് പറഞ്ഞ പാട്ട്, പേസും മഴയെ ഏത് സിനിമയിലൊന്നും ഒരു ആൾക്കാർക്ക് അറിയുന്ന എനിക്ക് തോന്നുന്നില്ല. ഷോണ മുകിലെ അതിന്റെ മലയാളവും ഈക്വലി ഹിറ്റാണ്. അപ്പൊ എന്നെ കൊണ്ട് നിതിൻ എജി പണിക്കർ പറയായിരിക്കും, നിതിന്റെ കാര്യം പറഞ്ഞപ്പോൾ അളിയൻ ചെയ്ത പാട്ടാണോ പേസും മഴ? ഞാൻ പറഞ്ഞത് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. ഞാൻ വിചാരിച്ചു അതിന്റെ മലയാളം താൻ കോപ്പി അടിച്ചുണ്ടാക്കിയതെന്ന് വിചാരിച്ചെന്ന്. അത് വേറെ ആരും ചെയ്ത പാട്ടാണ് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ അളിയ അതാ പറഞ്ഞത്. അപ്പോൾ പ്രോപ്പർലി നമ്മളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളിലേക്ക് ഉള്ള അറ്റൻഷൻ എവിടെയോ മനഃപൂർവ്വമാണോ നിർഭാഗ്യകരമായിട്ടാണോ എനിക്കറിയില്ല, റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അതിനെയും താണ്ടി വരുമ്പോഴാണ് ആ പാട്ട് ഹിറ്റാവുന്നത്. സിനിമയ്ക്കപ്പുറം അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനപ്പുറം വരുമ്പോഴാണ് ആ പാട്ട് ഹിറ്റാവുന്നത്. അങ്ങനെ കുറച്ച് ഹിറ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പാൽനിലാവിനൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. പാൽനിലാവിൻ കാണെ എനിക്ക് ഏറ്റവും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മൂവിയാണ്. ആ സിനിമയുടെ കണ്ടന്റാണ്, ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റാണ്, മനു അശോകൻ സംവിധാനം ചെയ്ത് ആഫ്റ്റർ ഉയരെ ടീം ഒന്നിച്ച പടമാണ്. സിത്താരയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടിന്. പക്ഷെ എങ്കിലും ആ പാട്ട് എത്തേണ്ട ഹൈറ്റ്സിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിനൊരു കോർ ഓഡിയൻസ് ഉണ്ട്, ഒരു വെരി എന്താ പറയുക, അത്രയും ഹാർഡ് കോർ മ്യൂസിക് ലവേഴ്സാണ്. പക്ഷെ അതല്ലാതെ അവർ മാത്രമല്ലാതെ കുറച്ചും കൂടെ ബ്രാഞ്ചസ് ആ പാട്ടിനെ
കുറച്ചും കൂടെ ലെയേഴ്സ് ഉണ്ട് എത്താൻ, മാസ് ഓഡിയൻസ് ഉണ്ട്, അവിടേക്ക് എത്തുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല എപ്പോഴും. ഇപ്പൊ പിന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അണ്ടർ റേറ്റഡ് സോങ്സ് എന്ന് പറഞ്ഞ മാത്രമുള്ള അതിൽ അണ്ടർ റേറ്റഡ് സോങ്സ് എന്റെ പല പാട്ടിലും ഹിറ്റാണ്. എല്ലാരും പറയും എന്റെ പ്ലേലിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞോണ്ട്. എനിക്ക് അങ്ങനെയാണ് മേടമാസ വളരെ സന്തോഷമുണ്ട്. മേടമാസം അങ്ങനെ ആരും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അഭിലാഷിന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അവൻ പാടിക്കൊണ്ട് നടക്കാം. നമ്മൾ എന്താണ് എന്റെ പടത്തിന് ഒരു പാട്ട് നീ തന്നില്ലല്ലോ, ഈ പാട്ട് എന്റെ പടത്തിൽ തരേണ്ടതായിരുന്നില്ലേ എന്നൊക്കെ പറയും. വിഷ്ണുവും പറയും, നമ്മുടെ ശശിശങ്കർ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇന്റർവ്യൂവിൽ ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ കൊണ്ട് ആ പാട്ടിനെ പറ്റി അണ്ടർ റേറ്റഡ് എന്ന് പറയുന്നത്. വളരെ സന്തോഷം. നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടെ കേൾക്കാൻ പറ്റുമോ? പിന്നെന്താ, തൊണ്ട അടിച്ച് ഞാൻ എന്നാൽ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറയായിരുന്നു. ഇപ്പം എനിക്ക് നമ്മൾ ഈ കമ്പോസിങ്ങിൽ ഇരിക്കുന്ന കാരണം ത്രോട്ട് ശ്രദ്ധിക്കാനോ പ്രാക്ടീസ് ചെയ്യാനോ ഒന്നും സമയം കിട്ടും. പിന്നെ ഉറക്കം വളരെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടൊക്കെ പോകുന്നതുകൊണ്ട് തൊണ്ട എന്നും കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സ്ഥലത്ത് പാടിയപ്പോൾ ഈ പറഞ്ഞ പോലെ സംഘടിതമായ അറ്റാക്ക് വന്നിരുന്നു. അതിനുശേഷം എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞു. സാധാരണ ഒരു പാട്ടാണ്. ഏത് പാട്ടാണ് വേണ്ടത്? മേടമാസക്കുന്ന നെഞ്ചിനകമേ വിരിഞ്ഞു മഞ്ഞപ്പൂതരാരേരാ ഊത് പെയ്ത കാറ്റ് വീശുമിവിടെ വിരിഞ്ഞു നല്ല നരകാലനാന. മറന്നുപോയി. അരിയ വേനൽ മണലിലൂടെ വിരലിനാലിതാ എഴുതിടുന്നു പുതിയ ജീവകഥകൾ നമ്മൾ കരയിതിലൊരു പ്രാവുകളായി പറന്നിടാം നറുപാതിരയിൽ പകലാകെ 100 നിലാത്തരരീരാ ദരരാരിരരാ ദാരരാരാ. ലിറിക് മറന്നുപോയി. എനിക്കത് കമ്പോസ് ചെയ്ത ആളുടെ അടുത്ത് തന്നെ അത് കേൾക്കാൻ പറ്റി. താങ്ക് യു. ഇങ്ങനെയാണ് കമ്പോസ് ചെയ്തിട്ടുണ്ടാവുക, പല വാക്കുകൾ വെച്ചിട്ടും തന്നെന്നൊക്കെ പറഞ്ഞിട്ട്. ഹരിയുടെ തന്നെയാണ് ലിറിക്സ് എഴുതിയത്. അതെ അതെ അതെ, ഹരിനാരായണന്റെ ലിറിക്സും നമ്മുടെ ശ്വേത ഹരിശങ്കർ പാടി. അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയിപ്പോ സുമതി വളവ് 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെ കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷ. അവിടെ എന്റെ സിഗ്നേച്ചർ അല്ല, എന്റെ സീൽ ഉണ്ട് അതിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓൾറെഡി ആ ടീമായിട്ടപ്പോ സംസാരിച്ചില്ലേ അതിന്റെ? അഭിലാഷ് 5 മണിക്ക് വിടുവിടാന്ന് പറഞ്ഞ് 4 മണിക്ക് വിളിച്ചു പറഞ്ഞു. അവിടെ 5 മണിക്ക് വിടും സുമതി പോലെ 2. അപ്പൊ ഞാൻ പറഞ്ഞു കഥയുണ്ടോ വല്ലതും? നമ്മൾ പ്രീക്വലാണ് പിടിക്കാൻ പോകുന്നത്, ഇനി ചരിത്രമാണ് പറയാൻ പോകുന്നത്. ഇന്നലെ പറയണ്ടായി ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കഥകളൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഞാനിപ്പോ പുറത്തു നല്ല വലിപ്പമുള്ള ഒരു പടമായിരിക്കും. നല്ല വലിപ്പമുള്ള പടമായിരിക്കും. പിന്നെ വരാൻ പോകുന്ന പ്രോജക്ട്സ് ഒക്കെ ഇപ്പൊ ഒരു സീരീസ് ചെയ്തു സോണി ലിവിന് വേണ്ടിയിട്ട്. സെയിം ടീം കാണയുടെ ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് ചെയ്ത മനു അശോകൻ. ഐസ് എന്നാണ് സീരീസിന്റെ പേര്. അതേ ടീമിന്റെ തന്നെ ജൂനിയർ എന്ന് പറഞ്ഞ അടുത്ത പ്രൊജക്ട് അത് അനൗൺസ് ചെയ്തു. പിന്നെ ട്രിപ്ലസ് എന്ന് പറഞ്ഞൊരു തെലുഗു മൂവി നടക്കുന്നു. ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞൊരു തമിഴ് മൂവി നടക്കുന്നുണ്ട്. പിന്നെ പൊങ്കാല എന്ന് പറഞ്ഞൊരു മലയാളം മൂവി. പിന്നെ തേരി മേരി എന്ന് പറഞ്ഞൊരു മലയാളം മൂവി നടക്കുന്നുണ്ട്. പാബ്ലോ പാർട്ടി എന്ന് പറഞ്ഞൊരു മലയാളം മൂവി നടക്കുന്നുണ്ട്. പിന്നെ അതൊക്കെയോ നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇപ്പം ഈ പല ജോണേഴ്സ് ആയിരിക്കുമല്ലോ. ഈ പല ജോണേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പം എങ്ങനെയായിരിക്കും ബ്രെയിൻ വർക്ക് ചെയ്യുക? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ശീലം അങ്ങനെയൊന്നും ആരെ കൊണ്ട് ആവാൻ പറ്റുമൊന്നുമില്ല. അത്ര 10 തലയുള്ള രാവണന്മാരൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ടൂ മച്ച് ഈ പറഞ്ഞ ജോണർ ഷിഫ്റ്റ് ഒക്കെ ഉണ്ടെന്ന് ചിന്തിച്ച് കൂട്ടാതിരിക്കുക. ആ സമയത്ത് തോന്നുന്നത് ചെയ്യുന്നത് സമയത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്യാന്ന് മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഇത്രയും പടങ്ങളൊക്കെ നമ്മൾ അറ്റ് എ ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അത് ഏത് സിനിമ ചെയ്യുന്നോ അതിന് ലോയലായിട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജോണർ ഷിഫ്റ്റ് ഒക്കെ കിട്ടിക്കോളും. എല്ലാ ജോണേഴ്സും ട്രൈ ചെയ്യുന്ന ആളായത് തന്നെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടം എന്ത് ടൈപ്പ് പാട്ടായിരിക്കും? ഞാൻ ബേസിക്കലി ചെറുപ്പം തൊട്ട് തന്നെ കൂടുതൽ ശീലിച്ചത് മെലഡീസ് കേട്ടുകൊണ്ടാണ്. അപ്പോൾ മെലഡീസിനോട് ഒരു പ്രത്യേക താല്പര്യം എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് എന്നെ ഒന്ന് കാമാക്കാൻ എന്നും മെലഡീസിനെ പറ്റാറുള്ളൂ. അപ്പോൾ മെലഡീസാണ് ഞാൻ കൂടുതൽ കേൾക്കുന്നത്. റെഫറൻസിന്റെ ഭാഗമായിട്ടും പുറത്തെന്തൊക്കെ നടക്കണം അറിയാനൊക്കെ ആയിട്ടുള്ള കേൾവികൾ വേറെയുണ്ട്. കമ്പോസ് ചെയ്യാനും കൂടുതലൊരു കംഫോർട്ട് അതായിരിക്കും. എനിക്ക് സ്വിച്ചിട്ട പോലെ വരുന്നത് മെലഡിയാണ്. ഓക്കെ, അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് വർക്കിന് ഇറങ്ങാനിരിക്കുകയാണ്. എത്രയാണെന്ന്
ചേട്ടൻ തന്നെ അറിഞ്ഞോളാം, അറിയില്ലായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പം സുമതി എന്തായാലും അടിപൊളി ഹിറ്റായിട്ട് തന്നെ തിയേറ്ററിൽ ഓടുന്നു. എത്ര നെഗറ്റിവിറ്റി ഒക്കെ വന്നാലും പ്രേക്ഷകരാണ് തീരുമാനിക്കുന്ന ഒരു ഇതിൽ തന്നെ സിനിമ അടിപൊളിയായിട്ട് തന്നെ പോകുന്നു. സുമതി വളവ് 2-ലും അതേ എക്സ്പെക്ടേഷനോട് തന്നെ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് ബാക്കി എല്ലാവർക്കും ഇതുപോലെ തന്നെ അടിപൊളിയാവട്ടെ എന്ന് കാണാൻ സാധിച്ചതിലും പാട്ട് കേൾക്കാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം. മേടമാസത്തിനെ കുറിച്ച് പറഞ്ഞതിന് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്.